ഇന്നലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ തലേദിവസത്തെ ചപ്പാത്തിയിൽ നിന്ന് ഒരു 4-5 എണ്ണം ബാക്കി ബാലൻസ് വന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് സുടുക്കുന്ന സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു പുതിയ ഈവനിങ് സ്നാക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ചപ്പാത്തിക്ക് നമ്മൾ അതേപോലെ കട്ടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ക്യാബേജ്, ക്യാരറ്റ്, അതുപോലെ സബോള, ബീൻസ്, വേണമെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ പാത്രം വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ, അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യോ അങ്ങനെ എന്ത് വേണേലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡാൽഡയും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിരുന്നത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ നമ്മുടെ ബീൻസിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഷ്റൂമോ അല്ലാന്നുണ്ടെങ്കിൽ പനീറിൻ്റെ ചെറിയ ക്യൂബ്സ് അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളിത്തണ്ട് ഉണ്ടെങ്കിൽ ഉള്ളിത്തണ്ടൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഉള്ളിത്തണ്ട് ഇല്ലാത്ത കാരണം പകരം സബോള നൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടാവില്ലേ. പിന്നെ ഇതാ നമ്മൾ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നൈസ് ചെറിയൊരു മസാല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു നുള്ള് നൈസ് ഒരു എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഗരം മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിന് നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൈ ആക്കി എടുക്കില്ലേ, അതേമാതിരി ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും. ഇപ്പോൾ സോയും ടൊമാറ്റോയും സോസൊന്നും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മുടെ പച്ചക്കറീനെ ഒന്ന് കുറച്ച് നീക്കിയിട്ട് നടുവിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം ഞാനിപ്പോൾ ഇവിടെ മാഗിയുടെ നമ്മുടെ മസാലയില്ലേ, മാഗിയൊക്കെ നമുക്ക് കിട്ടുന്ന മസാല, അത് കൂടുതലുണ്ടാകുമ്പോൾ ഞാൻ എടുത്തേക്ക് കേട്ടോ. അതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ടേനെ നന്നായി നമുക്ക് ചിക്കി പൊരിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വെറൈറ്റി ആയിട്ട് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ അവരുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അത് ആ മുട്ട നന്നായി ഫ്രൈ ആയിട്ട് വരണം. ഇനി അത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ആക്കി കൊടുക്കുക. ഇതാ നമ്മൾ മാഗിയുടെ മസാല ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാഗി മസാല ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു മീറ്റ് മസാല മതി കേട്ടോ, ഒരു നുള്ളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിതാ ഫൈനലി നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ നീളത്തിൽ നുറുക്കിയത് ഇതിലിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് എന്നിട്ട് ഒന്ന് മൂടി വെക്കണേ. അപ്പോഴാണ് നന്നായിട്ട് ഇതെല്ലാവരും കൂടി മിക്സായി ചപ്പാത്തിക്ക് ആ മസാലയുടെ ഇതൊക്കെ പിടിച്ച് വരുള്ളൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം, ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ടാണ് നല്ല ടേസ്റ്റ്. ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയൊക്കെ ചൂടാറി കഴിഞ്ഞാൽ അധികം ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് മുട്ട ചേർത്ത കാരണം ചൂടോടുകൂടി കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കൊത്തു ചപ്പാത്തി അല്ലെങ്കിൽ ചപ്പാത്തി ഫ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടാ.
അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.